കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും ചായയുടെ കൂടെ ഒരു എണ്ണക്കടിയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലേ? ഇത് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ, വീട്ടിലുള്ള ചേരുവകൾ വെച്ച് സൂപ്പറായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിന് പക്കവട എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഷേപ്പൊക്കെ മാറിപ്പോയി കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കി അഭിപ്രായം പറയണേ. അതിനായിട്ട് ഗ്രാം ഫ്ലോർ അല്ലെങ്കിൽ കടലപ്പൊടിയില്ലേ, അത് പാക്കറ്റിലോ ലൂസൊക്കെ ആയിട്ട് കിട്ടും കടയിൽ നിന്ന്. ആ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സവോള നൈസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചു. ഇഞ്ചിയും പച്ചമുളകും നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ ഉപ്പും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കണില്ലേ കായം, അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടിയാണ്, അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചു. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാനുള്ള ബാറ്റൺ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യമായിട്ട് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. കടലമാവ് എടുക്കുന്നതിൻ്റെ 1/4 ഭാഗം ചേർത്താൽ മതി. പത്തിരിക്കോ ഇടിയപ്പത്തിനൊക്കെ കിട്ടുന്ന പൊടിയില്ലേ, അതോ റേഷനരി പൊടിച്ചതായാലും മതി, നൈസായിരിക്കണം. ആ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്, കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇഞ്ചിയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചു, അതും കൂടി ചേർത്തു. കുറച്ചധികം കറിവേപ്പില വേണം, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവണം. ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, പിന്നെ കഴിക്കുന്നതും നല്ലതല്ലേ. പിന്നെ ഒരു കളറിനും ഒരു ചെറിയൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തു കേട്ടോ. ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കണില്ലേ കായം, ആ പൊടിയാണ് കേട്ടോ. അതല്പം ചേർക്കണം, നല്ലൊരു ഫ്ലേവറൊക്കെ വരും. നിർബന്ധമായിട്ട് ഒരല്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കട്ടിയിലൊന്ന് റെഡിയാക്കി എടുക്കണം. കൂടുതൽ വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇങ്ങനെ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പുറത്തേക്ക് പോകും. എന്നിട്ട് എനിക്ക് അല്പം കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഷേപ്പിലൊന്നും കിട്ടിയില്ല. മാവ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പരന്നു പോയി. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത്രയും കൂടി വെള്ളം കുറയ്ക്കണം എന്ന് കേട്ടോ. ഉള്ളിയുടെയും ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത്തിരി കൂടിപ്പോയിരുന്നു. നല്ലപോലെ കുഴച്ച് നോക്കാം ഉപ്പൊക്കെ പാകമുണ്ടോയെന്ന്. ഇതേ പാകത്തിനാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഈസ്റ്റോ അപ്പക്കാരോ വേണ്ടവർക്കൊക്കെ ചേർക്കാം. ഇനി ഞാനിതൊന്ന് 2 മണിക്കൂർ നേരം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. 2 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ കാണുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ബാറ്റർ റെഡിയായതാണ്. ഇനി നമുക്ക് എണ്ണ ഒരു പാനിൽ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടാവണം. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് അല്പായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ പരന്നു വന്നു എന്ന്. ഇത്തിരി വെള്ളം കൂടി പോയി ഇരുന്നപ്പോഴേ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയെന്നാണ് തോന്നുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ ഒരു ഭാഗം അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പതുക്കെ ഓരോ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഗോൾഡൻ കളറാവുമ്പോൾ അത് വറുത്ത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം ഒരു ഗോൾഡൻ കളറൊക്കെ വന്നാൽ മതി. അപ്പോഴേക്കും മാവൊക്കെ വെന്തിട്ടുണ്ടാവും. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഫ്രൈ ആയി, കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയുമോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.